ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു കരുതുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കേട്ടോ. ഈ വീഡിയോ ഇടണോ വേണ്ടയോ എന്ന് ഞാൻ കുറേ ചിന്തിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. കാരണം എൻ്റെ സർജറിക്ക് മുമ്പും സർജറിക്ക് ശേഷവും കുറേ പേര് ചോദിച്ചിരുന്നു എന്ത് ഇൻഷുറൻസ് ആണ് ഡിവൈൻ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എത്രത്തോളം എൻ്റെ കാര്യത്തിൽ വർക്കൗട്ടായി എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് പേഴ്സണലി ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്തുകൊണ്ടൊരു വീഡിയോ ചെയ്തുകൂടാ ഇതിനെപ്പറ്റി. ആർക്കെങ്കിലും ഒരാൾക്കത് ഹെൽപ്ഫുൾ ആയാൽ നല്ല കാര്യമല്ലേ. നമ്മൾ എന്താ പറയുക, പല കുറികൾ അല്ലെങ്കിൽ നമ്മുടെ പേരിൽ കുറേ ഫിക്സഡ് അല്ലെങ്കിൽ നമ്മൾ ഗോൾഡ് വാങ്ങിക്കുക, ഇതിലൊക്കെയാണ് നമ്മൾ കൂടുതലും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എല്ലാവരും ഏർപ്പെടുന്നത്. അപ്പോഴും നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് മറന്നു പോകാറുണ്ട്. ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. എൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് ലൈസാമാൻഡി തങ്കച്ചാച്ചൻ അവരുടെ ആ ഒരു കപ്പിൾസിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ അറിയുന്നത്. കാരണം തങ്കച്ചാച്ചൻ ലാസ്റ്റ് സിക്കായിട്ടാണ് മരിച്ചു പോണത്. അപ്പോൾ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളും ഉണ്ടായ പേരിൽ തന്നെ അവർക്ക് കുറേ റിലീഫ് ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ ഞാൻ അങ്ങനെ വിട്ടു. കാരണം അവർക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അന്ന് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു 7ൽ പഠിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് കേട്ടോ. പിന്നെ നമ്മളത് വിട്ടു. പിന്നെ നമ്മൾ കൂടുതലും ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങിയത് പാച്ചുവിൻ്റെ വരവോടുകൂടിയാണ് കേട്ടോ. എനിക്കൊന്ന് പാച്ചുവിൻ്റെ ഡെലിവറി കഴിഞ്ഞതോട് തുടങ്ങിയാണ് നമ്മൾ ഇൻഷുറൻസിലേക്ക് ചിന്തിച്ച് തുടങ്ങിയത്. ഡോൺ ചേട്ടൻ കയ്യോടെ ഇൻഷുറൻസ് എടുത്തു. നമ്മൾ സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 4 വർഷമായിട്ടോ. ആ ഒരു സമയത്താണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 4 ഇയേഴ്സായി നമ്മൾ സ്റ്റാർ ഹെൽത്തിൽ മെമ്പറായിട്ട്. നമ്മളത് ഫാമിലി ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഞാൻ, ഡോൺ ചേട്ടൻ, പിള്ളേർ എന്നുള്ളൊരു സ്കീമിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറേ പേര് ചോദിച്ചിരുന്നു എന്ത് പ്രീമിയമാണ് അല്ലെങ്കിൽ എത്ര രൂപ ഇത് അടവ് വരാറുണ്ടെന്ന്. നമുക്ക് ഇയർലി ഒരു 22,000 ആണ് അതിൻ്റെ പേയ്മെൻറ്റ് വരിക. നമ്മളത് 4 പ്രാവശ്യമായിട്ടാണ് ഈ 22,000 രൂപ നമ്മൾ ഒരു വർഷത്തിൽ അടയ്ക്കുന്നത്. അതെനിക്ക് തോന്നുന്നത് 4,000 രൂപ അടുത്താണ് നമ്മൾ അടയ്ക്കുന്നതെന്ന് തോന്നുന്നു. പലതരം സ്കീമുകളുണ്ട്. നമ്മൾ 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ചാക്കോച്ചൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്താണ്. നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ വർഷം അവൻ അഡ്മിറ്റ് ആയ സമയത്താണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്, എൻ്റെ ചാക്കോച്ചൻ്റെ ഡെലിവറിയുടെ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും അത് മെച്യൂരിറ്റി എത്തിയിട്ടില്ലായിരുന്നു. ശരിക്കും നമ്മൾ ഈ ഒരു ഇൻഷുറൻസ് എടുത്താൽ 3 വർഷം കഴിഞ്ഞാലേ നമ്മൾ ഡെലിവറി പർപ്പസിനൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റെ അറിവിൽ കേട്ടോ. ഇനി വേറെ മറ്റേ ബഡ്ജറ്റ് കൂടിയ ഇൻഷുറൻസിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മളുടെ സ്കീം അനുസരിച്ച് നമുക്ക് അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ ഈ വർഷമാണ് കൺസീവ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇൻഷുറൻസിൽ പോയേനെ അത്. പിന്നെ നിങ്ങൾ വിചാരിക്കണ പോലെ കുറേ പേരൊരു വിചാരമുണ്ട്, എനിക്കും ഉണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മൾ ഇൻഷുറൻസ് എടുത്തോണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും വന്ന് പിറ്റേ മാസം അഡ്മിറ്റ് ആയാൽ അത് ആ ഇൻഷുറൻസിൽ കവേർഡായി പോവും. അങ്ങനെയല്ല, നമ്മളെടുത്ത സമയത്ത് 3 മാസം കഴിയണമായിരുന്നു അത് മെച്യൂരിറ്റി എത്താൻ, മീൻസ് ഒന്നാവാനായിട്ട്. പിന്നെ സർജറി കാര്യങ്ങൾക്കെല്ലാം ഒരു കാലയളവുണ്ട്. നമ്മളിതിന് ചേരുന്നതിന് മുമ്പ് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഫുൾ നോക്കിയിട്ടാണ് നമ്മളിത് ചേരുന്നത്. ഇപ്പോൾ എനിക്ക് തൈറോയ്ഡ് സംബന്ധമായ എന്ത് അസുഖങ്ങളും ഈ 3 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ എൻ്റെ ഇൻഷുറൻസിൽ അത് കവേർഡ് ആവില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. 2 വർഷവും 3 വർഷമാണ് കേട്ടോ. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പ്രീമിയം കൂടുന്നതിനനുസരിച്ച് എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല. വർഷം 60,000 രൂപ വരെ അടയ്ക്കുന്ന സ്കീമുകളുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അതനുസരിച്ച് നമ്മളുടെ ആ ഒരു ഇതും കൂടെ കൂടും. നമ്മൾ ബേസിക് ആയിട്ടുള്ള എമൗണ്ട് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇപ്പം എനിക്ക് ഈ ഒരു സർജറി വന്നപ്പം 2 വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾക്ക് സർജറി പ്രൊസീജിയറൊക്കെ ഈ ഒരു ഇൻഷുറൻസിൽ കവേർഡായി പോവും. പിന്നെ ചില ഇൻഷുറൻസിന് ചില റൂമുകളിൽ കിടന്നാൽ മാത്രമേ നമ്മൾക്ക് ഇൻഷുറൻസ് കവേർഡ് ആവുള്ളൂ. ഇപ്പം ഞാൻ ചാക്കോനെ ആദ്യമായിട്ട് അഡ്മിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ദയയിൽ അനക്സ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് കുറച്ച് വലിയ, അന്ന് ആ റൂമുകളില്ലായിരുന്ന സമയത്ത് നമുക്ക് അത് കിട്ടിയപ്പോൾ നമ്മൾ അതാണ് എടുത്തത്. അങ്ങനത്തെ റൂമുകളൊന്നും കവേർഡായി പോവില്ല എന്നാണ് എൻ്റെ ഒരു, അതായത് ഞങ്ങളുടെ പ്രീമിയത്തിൽ 5,000 വരെയുള്ള റൂം, അതായത് പെർ ഡേ 5,000 വരെയുള്ള റൂമുകൾ നമുക്ക് ഓക്യുപ്പൈ ചെയ്യാം. എക്സ്ട്രാ വരുന്ന ഒന്നും നമുക്ക് അവർ ചെയ്തു തരില്ല. അപ്പം അന്ന് നമുക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു, പക്ഷെ നമ്മൾ റൂം കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് ഇരുന്നാണ്. പിന്നെ ഞാൻ രണ്ടാമത് കിടന്നപ്പോഴാണ് ബില്ലൊക്കെ നമ്മൾ വിചാരിച്ചതിലും നമ്മൾ ആദ്യമായിട്ടാണ് കൊച്ചിനെ കൊണ്ട്, നമ്മൾ പാച്ചുവിൻ്റെ പലതരം ബില്ല് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് പേഴ്സണലി അനുഭവം വരുമ്പോഴാണല്ലോ നമുക്ക് അതൊന്നും കൂടെ ഇതാവുക. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു റൂമിൻ്റെ ആവശ്യമില്ല, വലിയൊരു റൂമിൻ്റെ, ഡോൺ ചേട്ടൻ പറഞ്ഞിട്ടാണ് നമ്മളന്ന് വലിയ റൂം എടുക്കുന്നതൊക്കെ.
പിന്നെ നമ്മൾ എടുത്തപ്പോൾ കുറച്ചും കൂടെ കുറഞ്ഞൊരു റൂം, അതായത് AC ഉണ്ട്, സിംഗിൾ റൂമാണ് നമ്മൾ എടുത്തത്, സിംഗിൾ അങ്ങനെയായിട്ട് എടുത്തത്. അന്ന് നമ്മൾ അതായത് അവനെ എൻട്രി അടിക്കുന്നതേ ഉള്ളൂ, അവന് അതും കയറിയിട്ട് 3 മാസം കഴിഞ്ഞാൽ അത് അപ്രൂവ് ആവുള്ളൂ. പക്ഷെ അവൻ ആ വിതിൻ 2 months തന്നെ അഡ്മിറ്റ് ആയതുകൊണ്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ അഡ്മിറ്റ് ആയപ്പോൾ അവനത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 80% അതിൽ ബില്ല് കവറായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ അതിൻ്റെ പ്രീമിയം കൂടെ അവർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് രൂപ അങ്ങോട്ട് അടയ്ക്കേണ്ടി വന്നു, അതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. മീൻസ് നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് ഭയങ്കര ഇതെടുത്തിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടില്ല. പിന്നെ നമുക്കൊരു ബൾക്ക് എമൗണ്ട് വന്നത് ഈ ഒരു സർജറിയിലൂടെയാണ്. എനിക്ക് ഏകദേശം 84,000 രൂപയോളം ബില്ലായിട്ടുണ്ടായിരുന്നു. പല ചാർജുകളും വന്നിട്ട് എനിക്ക് എക്സ്ട്രാ വളരെ കുറച്ച് രൂപയെ അടയ്ക്കേണ്ടി വന്നിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ അത് പ്ലസ് പ്രീമിയം ആണ് എനിക്ക് വന്നത്. എനിക്കൊന്ന് അറൗണ്ട് 7,000 8,000 എനിക്ക് എക്സ്ട്രാ അടയ്ക്കേണ്ടി വന്നിട്ടുള്ളൂ. അത്രയും വലിയൊരു എമൗണ്ടിൽ നിന്ന് എനിക്ക് അത്രയും രൂപയെ അടയ്ക്കേണ്ടി വന്നിട്ടുള്ളൂ. ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ചെന്ന ഉടനെ നമ്മൾക്ക് ഇപ്പം ചിലർ പറയും എനിക്ക് ഇന്ന അസുഖം ഉണ്ട്, നമുക്ക് ഇപ്പോഴേ ഇൻഷുറൻസ് എടുത്ത് വെക്കാം, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ കയറി കിട്ടുക, അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. സ്റ്റോണൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇൻഷുറൻസ് എടുത്തിട്ട് 2 വർഷം അല്ലെങ്കിൽ 1 വർഷം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ഷുഗർ പേഷ്യൻസിന് അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഉണ്ട്. ഞാൻ പറയില്ല, കുറേ 100 അസുഖങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ വയസ്സാം കാലത്ത് എടുക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നങ്ങളാണ്. നമ്മൾ ബേസിക് സ്റ്റേജ് തൊട്ട് എടുത്ത് നമ്മൾ അത് അടച്ചു പോവുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ബെനിഫിറ്റ്സ് അതിൽ കിട്ടും കേട്ടോ. പിന്നെ ഈ റൂം എടുക്കുമ്പോഴൊക്കെ ആലോചിച്ച് ചോദിച്ച് നമ്മുടെ ഇൻഷുറൻസ് ഏജൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഓഫീസുമായിട്ട് സംസാരിച്ച് നമ്മുടെ ഇൻഷുറൻസ് ഇത്ര രൂപയുടെയാണ്, ഇതിൽ എത്ര രൂപയ്ക്ക് റൂം എത്ര രൂപയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ ഏത് തരം റൂം എടുത്താലാണ് നമ്മുടെ ഇൻഷുറൻസിൽ കവേർഡായി പോവാന്നുള്ളതൊക്കെ അവരോട് ചോദിച്ചാൽ അവർ വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരും. അല്ലാണ്ട് നമ്മൾ വലിയൊരു റൂം എടുത്തിട്ട് ലാസ്റ്റ് ബില്ല് വരുമ്പോൾ അത് മാത്രം പേ ചെയ്തില്ല എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ മെക്കിട്ട് കയറിയിട്ടും കാര്യമില്ല കേട്ടോ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും വന്നപ്പോഴും നമ്മളെടുത്ത ഏജന്റിനെ വിളിക്കും അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിനെ വിളിക്കും. അപ്പം അവരെല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും കുറേ ഹെൽപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്തോ ഒരു പുതിയതരം ആപ്പ് ഉണ്ട്, നമ്മൾ ഇൻഷുറൻസ് ആണെങ്കിൽ അതിന് മുമ്പ് നമുക്ക് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോവാം. അങ്ങനെ കുറച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളല്ല, നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മളെ ചിലപ്പം അപ്രൂവ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉള്ള ഒരു ഹെൽപ്ഫുള്ളായ കാര്യമാണ് അവർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്നത് സ്റ്റാർ ഹെൽത്ത് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക ഇൻഷുറൻസ് സംബന്ധമായ എന്തെങ്കിലും അറിയണം, അല്ലെങ്കിൽ ഇതിനെ എടുക്കണം, അല്ലെങ്കിൽ എന്താ പറയുക ഇതിനെക്കുറിച്ച് കാര്യമായ എന്തെങ്കിലും അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നവരാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഞങ്ങളുടെ ഏജന്റിന്റെ അല്ലെങ്കിൽ ഏജന്റ് സ്റ്റാഫിന്റെ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് വിളിച്ച് എൻക്വയറി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറയുകയാണെങ്കിൽ ഏതൊരാൾക്കും, അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഉള്ളിടത്താണെങ്കിൽ പിള്ളേർ ബാക്ക് ടു ബാക്ക് ഹോസ്പിറ്റലൈസ് ആവും, അസുഖങ്ങൾ വരും, പിള്ളേർ സ്കൂളിൽ പോയി തുടങ്ങി അതൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് എപ്പോഴും ചിലർ ഈ ഫിക്സഡ് എമൗണ്ടിൽ സാലറിയിൽ ജീവിച്ച് പോകുന്നവർക്ക് ഇടയ്ക്കൊരു ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരിക എന്ന് വെച്ചാൽ അതൊരു എക്സ്ട്രാ ചിലവാണ്, നല്ല ചിലവാണ്. ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകാന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവായ സൈഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തുകൊണ്ടും ഒരു ഇൻഷുറൻസ് ഉള്ളത്, നമ്മൾ ഗോൾഡ് ചിട്ടിയൊക്കെ ചേരുന്ന പോലെ തന്നെയാണ് ഈ ഒരു ചിട്ടി എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചിട്ടിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ അസുഖം വരും എന്ന് മുൻകൂട്ടി തോന്നിയെടുക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ പെട്ടെന്നൊരു അസുഖം വന്നു, ആ സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായ കാര്യമാണ്. നമ്മൾ നിപ്പിൽ 1 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ആർക്കായാലും ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നല്ല പറഞ്ഞത്. നമ്മളുടെ സേവിങ്സിൽ നിന്ന് ഒരു കുറച്ച് എമൗണ്ട് ഓഫ് മണി നമ്മളത് മാറ്റി വെച്ച് നമ്മുടെ ഹെൽത്തിനും കൂടെ മാറ്റി വെക്കുന്ന പോലെയാണ് എനിക്ക് ഇപ്പം തോന്നുന്നത് കേട്ടോ. ഇത്രയും നാളും എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. ഞാൻ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ കുറേ പൈസ അടയ്ക്കണു, നമുക്ക് അസുഖമൊന്നും വരുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നും കേട്ടോ. പക്ഷെ പ്രായം മുന്നോട്ട് പോവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം അസുഖമാണ് വരുന്നതെന്ന് ഡോക്ടേഴ്സിന് പോലും പറയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് കെയർ ചെയ്യാനേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്കിത് എത്രത്തോളം ഇത് ഹെൽപ്ഫുൾ ആണ് ഈ വീഡിയോ ഒന്നും അറിയില്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ കാണും. പക്ഷെ എൻ്റെ പേഴ്സണൽ അനുഭവം വെച്ച് പലരുടെയും എക്സ്പീരിയൻസ് കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്കത് ഭയങ്കരമായിട്ട് ഇപ്പം ഞങ്ങൾ പറയും പാച്ചുവിൻ്റെ സമയത്ത് അത് ഉണ്ടായിരുന്നു, ഡിംപിളിന് ഉണ്ടായിരുന്നെങ്കിൽ പാച്ചുവിൻ്റെ കുറേ ഫണ്ട് നമുക്ക് അതിൽ യൂട്ടിലൈസ് ചെയ്യായിരുന്നു. ഇത് നമ്മൾ എന്താ പറയുക, നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസ പോയി. അപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്ത ഇൻഷുറൻസ് ആണ് കേട്ടോ സ്റ്റാർ ഹെൽത്ത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളും ഒന്നും എടുക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് വളരെ നല്ല രീതിക്കാണ്
ഞങ്ങളിപ്പോൾ 2 പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് ചെയ്തു തന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ സർജറി ഒക്കെ ആണെങ്കിൽ മുമ്പ് തന്നെ ഡോക്ടറിന്റെ റിപ്പോർട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം, മെയിൽ ചെയ്ത് കൊടുക്കണം. അതനുസരിച്ചാണ് അപ്രൂവൽ വരിക. പിന്നെ ഡിസ്ചാർജ് ആയ ശേഷം നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിട്ട് വേണം ബാക്കി അപ്രൂവൽ വരിക കേട്ടോ. എന്ന് വെച്ചിട്ട് 1,00,000-ൽ 1,00,000 പാസ്സാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ എനിക്കിപ്പോൾ കുറേ അസുഖങ്ങളുണ്ട്, അത് വെച്ചിട്ട് ഞാൻ പോയി ചെയ്തിട്ട് പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിലും പ്രശ്നമാണ്. ഇതൊക്കെ അപ്രൂവ് ആകാൻ ഒരു 2-3 ഇയേഴ്സിൻ്റെ ഒരു ടൈം ഉണ്ട്. പിന്നെ വേറെ പലതരം ഇൻഷുറൻസുകളുണ്ട്. നമുക്കറിയാവുന്ന ഇൻഷുറൻസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഷുറൻസും സ്റ്റാർ ഹെൽത്ത് ആണ് കേട്ടോ. ഞാൻ പേഴ്സണലി എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും രൂപയ്ക്ക് കുറച്ചും കൂടെ കൂട്ടിയെടുക്കാൻ പറ്റും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ഡെലിവറിക്കൊക്കെ സമയത്ത് നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കണു. നിങ്ങൾക്കത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയെന്നൊന്നും എനിക്കറിയില്ല. എനിവേ, നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ അവരതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്കത് നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾക്കും അതെടുക്കാം. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയി. ഇപ്പം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും, പണ്ടത്തെ ആ ഒരു കറകറ സൗണ്ട് അല്ല, ഇപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്ന് വെച്ച് ഭയങ്കര സോഫ്റ്റ് ആയെന്നല്ല, എന്നാലും എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറി. കുറേ പേര് കമൻസ് ഇടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ സൗണ്ട് സ്ഥിരം കേൾക്കുന്ന നിങ്ങൾക്കേ മനസ്സിലാവുള്ളൂ എൻ്റെ സൗണ്ട് എത്രത്തോളം മാറി എന്നുള്ളതിന്. അപ്പോൾ ആ ഒരു ജേണിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സ്റ്റാർ ഹെൽത്ത് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റാർ ഹെൽത്തിന് എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. വീണ്ടും പറയുന്നത് ഒരു പ്രൊമോഷൻ അല്ല, ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. കാരണം ഇപ്പോൾ പലരും പലതരം ഇൻഷുറൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ എടുത്തിരിക്കുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നതും സ്റ്റാർ ഹെൽത്ത് ആണ്. എന്ന് വെച്ചിട്ട് ഓടിപ്പോയി എടുക്കണം എന്നൊന്നും അല്ല ഞാൻ. നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾക്ക് അത് ചേരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എടുക്കാം. അതിന് ഞാൻ ഗ്യാരണ്ടി എന്നൊന്നും പറയില്ല. എനിക്ക് ഇഷ്ടമായി, എനിക്ക് ശരിയായി, എനിക്ക് ഇൻഷുറൻസ് കിട്ടിയതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ നിങ്ങളോട് അതിനെപ്പറ്റി പറയുന്നത്. പലരും, ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ മേലെ പലരും ആ ഇൻഷുറൻസിൽ ചേരുക, ഡെത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്, 500 അടച്ച്. അതിലൊന്നും എടുത്തുപോയി ചാടാണ്ടിരിക്കുക. ചിലത് നല്ലത് കാണും, ചിലത് പൊട്ട കാണും, ഒന്നും നമുക്ക് അറിയില്ല. എപ്പോഴും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസിൽ ചേരുക, അത് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. നമ്മൾക്ക് ഒരു എന്താ പറയുക, അത് ഇന്ന ആളുടെ അത് എല്ലാവർക്കും ഉള്ളതല്ലോ, എല്ലായിടത്തും കോമൺ ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ ഈ പ്രീമിയം കുറവ് കാണുമ്പോൾ എടുത്ത് ചാടി ചേർന്നിട്ടൊന്നും കാര്യമില്ല. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസിൽ ചേരുക. അത് എത്രത്തോളം നിങ്ങൾക്ക് വർക്കൗട്ട് ആവും, അതായത് നിങ്ങൾ ചോദിച്ചറിയുക, ഇതൊക്കെ എനിക്ക് പ്രശ്നമുണ്ട്, ഇതൊക്കെ എന്തെങ്കിലും അത് സംബന്ധമായി വന്നാൽ എനിക്ക് എപ്പോൾ തൊട്ടാണ് എൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾ ചോദിച്ചറിയാം കേട്ടോ. എന്നിട്ട് വേണം എന്ത് കാര്യവും ചെയ്യാം. നമ്മൾ പറയുന്നത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് അതിന് പറ്റി കുറേ ആലോചിച്ചിട്ടും അന്വേഷിച്ചിട്ടും വേണം ചെയ്യാനെന്ന്. അതേ ഞാനും പറയുന്നുള്ളൂ. അപ്പോൾ വീണ്ടും പറയാണ്, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ നമ്പർ ഷെയർ ചെയ്തോളൂ. അപ്പോൾ കുഴപ്പമില്ല, ഷെയർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കല്ല. എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.